ഹായ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഡി ഫേഷ്യൽ വിത്ത് റേഡിയൻ പീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടത് മെഡി ഫേഷ്യൽ വിത്ത് എൻസൈം മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇത് റേഡിയൻ പീൽ, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഡീപ്പായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് തരും. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മുടെ അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രീറ്റ്മെൻറ്റിലും ഉള്ളതുപോലെ തന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിലത്തെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ നമുക്ക് ഡെഡ് സ്കിന്ന് ഇതെല്ലാം റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നുള്ളത് കൊളാജിൻ ആൻഡ് എലാസ്റ്റിൻ പ്രൊഡക്ഷനാണ്. നമ്മുടെ കൊളാജിനും എലാസ്റ്റിനും പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് സ്കിൻ ടോൺ. നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണിത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ഏജിങ്, നമ്മുടെ ഏജിങ് വളരെ പതുക്കെ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ആക്നെ, നമ്മുടെ സ്കിന്നത്തെ ഓയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആക്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമുക്കൊരു അൺഈവൻ സ്കിൻ ടോൺ തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ഈ വെയിൽ കൊണ്ടിട്ടുള്ള സൺ ഡാമേജൊക്കെ ഉള്ള സ്കിന്നിന് നന്നായിട്ട് ടാൻ അടിച്ചിട്ട് ഉള്ള സ്കിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടാനൊക്കെ മാറ്റി സൺ ഡാമേജൊക്കെ മാറ്റാൻ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് പറ്റും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും, ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.